ഹലോ ഫ്രണ്ട്സ്, ടെക്നിക്കിന്റെ മലയാളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇൻഫിനിക്സിന്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണായ ഇൻഫിനിക്സ് ഹോട്ട് 7 Pro ആണ്. അപ്പോൾ ഇൻഫിനിക്സ് ഹോട്ട് 7 Proന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ആദ്യത്തെ 6GB റാം വേരിയന്റ് ആണ്. 10,000 താഴെ പ്രൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബേസ് വേരിയന്റ് പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 9,999 ആണ്. അപ്പോൾ ഇൻഫിനിക്സ് ഹോട്ട് 7 Proയിൽ 6GB റാമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഹീലിയോന്റെ P22 ഒക്ടോകോ പ്രോസസ്സറാണ്. അതുകൂടാണ്ട് തന്നെ ക്വാഡ് ക്യാമറാസ് ആണ് വരുന്നത്. അത് ഫ്രണ്ടിലും ബാക്കിലും ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. അപ്പോൾ സെൽഫിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തൊരു സ്മാർട്ട് ഫോൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇൻഫിനിക്സ് ഹോട്ട് 7 Pro ആണ്. അപ്പോൾ ഇതിനകത്ത് 6.1915 ഇഞ്ചസ് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. അതുകൂടാണ്ട് തന്നെ 4000 mAh ബാറ്ററി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ബോക്സിന്റെ ബാക്കിൽ തന്നെ ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. AI ക്വാഡ് ക്യാമറ, 6.19 ഇഞ്ചസ് HD+ നോച്ച് ഡിസ്പ്ലേ, 2-day ബാറ്ററി ലൈഫ്, 4000 mAh, MTK P22, അതായത് ഹീലിയോ P22 ഒക്ടോകോ പ്രോസസ്സറാണ്. ഫേസ് അൺലോക്ക്, ഫിംഗർ പ്രിന്റ് സ്കാനർ, XOS ആണ് ഇതിന്റെ OSന്റെ പേര്. ആൻഡ്രോയിഡ് 9.0 ആണ് വരുന്നത്. അപ്പോൾ 9,999 ആണ് പ്രൈസിങ്. 6GB റാമും 64GB സ്റ്റോറേജും ആണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് അൺബോക്സിങ് തുടങ്ങാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ബ്ലൂ വേരിയന്റ് ആണ്. ഇത് ബ്ലാക്കിലും വരുന്നുണ്ട്. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് കാണാവുന്നത് ഇൻഫിനിക്സ് ഹോട്ട് 7 Pro ആണ്. അപ്പോൾ വീണ്ടും സ്പെസിഫിക്കേഷൻ തന്നെ ഒന്നും കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പീൽ ഓഫ് ചെയ്യാം. ക്വാഡ് ഫുൾ വ്യൂ ഡിസ്പ്ലേയും ക്വാഡ് ലെൻസും ആണ്. അപ്പോൾ പീൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിവൈസ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് ബാക്കിൽ ബ്ലൂ കളറാണ് വരുന്നത്. അപ്പോൾ ഒരു മെറ്റൽ കൺസ്ട്രക്ഷൻ ആണ് ഇതിനകത്ത് വരുന്നത്. ക്വാഡ് ക്യാമറാസ് ആണ്. 13+2 MP ക്വാഡ് ക്യാമറാസ് ആണ്. ഫിംഗർ പ്രിന്റ് സ്കാനറും LED ഫ്ലാഷും ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ട്. ഫ്രണ്ട് പാനലിൽ വീണ്ടും ഒരു ഡുവൽ ക്യാമറയാണ് വരുന്നത്. 13+2 MP ക്യാമറ, LED ഫ്ലാഷും ഇൻക്ലൂഡഡ് ആണ്. പവർ ആൻഡ് വോളിയം കീസ് ആണ് റൈറ്റ് സൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട്. ബോട്ടം സെക്ഷനിൽ സ്പീക്കർ യൂണിറ്റും മൈക്രോ USB ചാർജിങ് സ്ലോട്ടും 3.5mm ഓഡിയോ ജാക്കാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ സിം ട്രെയിൻ വരുന്നത്. ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ് വരുന്നത്. ഹോട്ട് ബ്രാൻഡിങ്ങും കാണാൻ താഴെ ഇൻഫിനിക്സ് ഹോട്ട് 7 Pro ആണ് നമ്മൾ ഇപ്പോൾ അൺബോക്സ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഫോൺ ബൂട്ട് ചെയ്യുമ്പോൾ ബാക്കി എന്തൊക്കെയാണ് ബോക്സിനകത്ത് വരുന്നതെന്ന് കൂടി നോക്കാം. ബോക്സിനകത്ത് കൊടുത്തിട്ടുള്ളത് ഒരു അഡാപ്റ്ററാണ്. അഡാപ്റ്ററിന്റെ വോൾട്ടേജ് റേറ്റിംഗ് 5V 2A, സ്റ്റാൻഡേർഡ് 10W ചാർജിങ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബോക്സിനകത്ത് വരുന്നത് ഒരു കേസാണ്. കേസും അതുകൂടാണ്ട് തന്നെ ഒരു സ്ക്രീൻ ഗാർഡും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ബേസിക് സ്ക്രീൻ ഗാർഡ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ മാനുവൽ ആൻഡ് വാറന്റി ഇൻഫർമേഷൻ, യൂസർ മാനുവൽ, അങ്ങനെ എല്ലാം തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ സിം ഇജക്ടർ പിന്നും കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി കേസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നല്ല സ്ട്രോങ് ക്വാളിറ്റി കേസാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഇൻഫിനിക്സ് ഹോട്ട് 7 Pro. നമ്മൾ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, നോച്ച് ഡിസ്പ്ലേ കാണാം. കുറച്ച് വൈഡർ നോച്ചാണ്. ഡ്യുവൽ ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ വൈഡർ നോച്ചാണ്. ഡിസ്പ്ലേ ക്വാളിറ്റി അസച്ച് ലുക്ക് നോക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം HD+ റെസൊല്യൂഷൻ ആണ്. എങ്കിൽ പോലും നല്ലൊരു ക്ലാരിറ്റി തരുന്ന ഡിസ്പ്ലേ ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം. വ്യൂയിങ് ആംഗിൾസും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. കാരണം നിങ്ങൾക്ക് കാണാം, നമ്മൾ ഡിവൈസ് കുറച്ചും കൂടെ ചിരിച്ചാൽ പോലും ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി കുറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വ്യൂയിങ് ആംഗിൾസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ടച്ച് റെസ്പോൺസും നല്ലതാണ്, സ്മൂത്ത് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ UI കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് XOS എന്ന് പറഞ്ഞ UI ആണ്. അപ്പോൾ XOSന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു കസ്റ്റമൈസ്ഡ് UI ആണ്. നമുക്ക് സെറ്റിംഗ്സ് പാനലിൽ പോയി കഴിഞ്ഞാൽ കാണാം, ഒരു കസ്റ്റമൈസ്ഡ് ലുക്ക് ആൻഡ് ഫീൽ ആണ് തരുന്നത്. ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. കാരണം ജസ്റ്റ് സപ്പോർട്ടഡ് ആണ്, തീം സപ്പോർട്ട് ഉണ്ട്, ലോക്ക് സ്ക്രീനിൽ നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. സ്മാർട്ട് പാനലിൽ ഇൻ്റലിജൻറ്റ് വോയിസ് ബ്രോഡ്കാസ്റ്റ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ് UIയിൽ. പിന്നെ ഇതിനകത്ത് കുറച്ചധികം ബ്ലോട്ട്വെയർസ് ഇൻസ്റ്റാൾഡ് ആണ്. കാരണം തേർഡ് പാർട്ടി ആപ്സ് ഒരു 3-4 അഡീഷണൽ ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ അഭിപ്രായത്തിൽ സ്കിപ്പ് ചെയ്യാവുന്നതായിരുന്നു. എങ്കിൽ പോലും ഇൻസ്റ്റാൾഡ് ആണ്. ബാക്കി UI കുഴപ്പമില്ലാത്ത റെസ്പോൺസീവ് UI ആണ്. ഇടയ്ക്ക് ഒരു ആപ്പ് സജഷൻസ് എല്ലാം തരുന്നുണ്ട്, പക്ഷേ അത് നമുക്കത് ഡിസേബിൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ UI കുഴപ്പമില്ലാത്തൊരു UI ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിനകത്ത് വരുന്നത് ഡുവൽ ക്യാമറയാണ്. ഫ്രണ്ടിലും ബാക്കിലും ഡുവൽ ക്യാമറയാണ്. അപ്പോൾ നമുക്ക് ക്യാമറ ഒന്ന് എടുക്കാം. അപ്പോൾ HDR മോഡ്, AI ക്യാമ, വീഡിയോ റെക്കോർഡിംഗ് 1080p റെസൊല്യൂഷൻ ആണ് വരുന്നത്. ബൊക്കെ മോഡ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. പിന്നെ സെൽഫി ക്യാമറ ആണെങ്കിലും 13+2 ആണ്. റിയർ ക്യാമറയും 13+2 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ ക്യാമറ UI അത്യാവശ്യം നല്ല UI ആണ്. കാരണം ബേസിക് ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. AI ക്യാമിൽ നമുക്ക് AI ഓപ്ഷൻസ് എല്ലാം തന്നെ ഇതിനകത്തും ഇൻക്ലൂഡഡ് ആണ്. ഇനി കുറച്ച് ക്യാമറ സാമ്പിൾസ് വേണം. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഫിനിക്സ് ഹോട്ട് 7 Pro എന്ന് എടുത്ത ക്യാമറ സാമ്പിൾസ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. 10,000 താഴെ നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ക്യാമറയാണെന്ന് പറയാം. ഇനീഷ്യൽ ഇംപ്രഷൻസിൽ നമ്മൾ ഡീറ്റെയിൽ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് ക്യാമറയെക്കുറിച്ച് പറയാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ ക്യാമറയെക്കുറിച്ചും നമ്മൾ പറയുന്നതാണ്.
ഇനി ഇതിനകത്ത് വരുന്നത് 4000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അത് നല്ലൊരു ഫീച്ചറായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം ഒരുവിധം എല്ലാ സ്മാർട്ട് ഫോൺസും ഇപ്പോൾ 4000 mAh ബേസ് കപ്പാസിറ്റി ആയിട്ടാണ് സെല് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 4000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. 2 day ബാറ്ററി ലൈഫ് എന്നാണ് കമ്പനി പറയുന്നത്. എങ്കിൽ പോലും നമുക്കൊരു 1.5 days ഒക്കെ തീർച്ചയായിട്ടും കിട്ടുന്നതാണ് നമ്മുടെ ഒരു ഗസ്. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വിശദമായി പറയുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് ഹോട്ട് 7 പ്രോൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ ഡിവൈസിൻ്റെ പ്രത്യേകതകൾ 3-4 ഒന്ന് ക്വാഡ് ക്യാമറാസ് ആണ്. ഫ്രണ്ടിലും ബാക്കിലും ഡുവൽ ക്യാമറയാണ്. AI ക്വാഡ് ക്യാമറാസ് ആണ്. സെക്കൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് 6GB RAM ആണ് വരുന്നത്. 64GB സ്റ്റോറേജ് വരുന്നത്. ഹീലിയോ P22 ഒക്ടോകോ പ്രോസസ്സറാണ്. പിന്നെ 4000 mAh കപ്പാസിറ്റി ബാറ്ററിയും ഇൻക്ലൂഡ് ആണ്. അപ്പോൾ ഓവറോൾ നല്ലൊരു വാല്യൂ ഫോർ മണി ഡിവൈസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. 999 പ്രൈസിങ്ങിൽ. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിലാണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് ഹോട്ട് 7 പ്രോൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.